ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ മനോഭാവമുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു വ്യക്തി അവരുടെ സാഹചര്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചിരിക്കും അവരുടെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേക എനർജി ലെവലും അതുപോലെ തന്നെ ചില പ്രത്യേക രീതികളും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ വ്യത്യസ്തമായ രീതി എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് കാമപരമായിട്ടുള്ള വികാരങ്ങളും സങ്കല്പങ്ങളുമൊക്കെ അതിൻ്റേതായ തലത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫോർപ്ലേയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജ ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. പങ്കാളികളെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ സ്വാഭാവികമായ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരെയും പെട്ടെന്ന് മൂടാക്കുന്ന ചില രീതികളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അതേതാണെന്ന് റെസ്പോൺസിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രണ്ട് പേര് തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പം പരസ്പരമുള്ള ഒരു ധാരണ വളരെ പ്രധാനമാണ്. ചിലർക്കാണെങ്കിൽ സ്വാഭാവികമായ രീതിയിലുള്ള ചുംബനവും സ്പർശനങ്ങളും മാത്രം മതി. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, ചില പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ മസാജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, ചിലർക്കാണെങ്കിൽ ചെയ്യുന്നതിനോടാണ് ഇഷ്ടം. നല്ല ആകർഷണമുള്ള സ്ത്രീ പങ്കാളികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സങ്കല്പങ്ങൾ കാണും. ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, മനസ്സും അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്നുവെച്ചാൽ ഏതൊക്കെ രീതിയിൽ കൂടിയാണ് ആ പൂർണ്ണമായ സംതൃപ്തിയിലേക്ക് എത്തുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടുപേരും പരസ്പരം മസാജ് ചെയ്യുമ്പോൾ ഒരേപോലെ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും രീതികൾ രണ്ടാണ്. എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് ചില ഭാഗങ്ങളിലുള്ള സ്പർശനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് ചെയ്യുന്നു എന്നതിലുപരിയായിട്ട് എങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുംബനത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. ഇപ്പം കവിളിൽ കിട്ടുന്ന ആ ഒരു ഫീലല്ലല്ലോ ചുണ്ടുകളിൽ, അതുപോലെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് വരുമ്പോൾ. തന്നെയല്ല, ഇതിൽ കൂടിയൊക്കെ തന്നെ പങ്കാളികൾക്ക് തമ്മിൽ പരസ്പരമുള്ള ആ ഒരു അടുപ്പം ഏത് രീതിയിലാണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പൗരുഷത്തിനോട് ഒരു പ്രത്യേക ക്രേസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ മസാജ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു പ്രത്യേക ഫീലാണ്, താല്പര്യമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്നറിയാമോ? സ്നേഹമുള്ളവരുടെ അല്ലെങ്കിൽ ആകർഷണമുള്ളവരുടെ സാന്നിധ്യത്തിൽ കൂടി, അവരുടെ സ്പർശനത്തിൽ കൂടി, തലോടലിൽ കൂടി അല്ലെങ്കിൽ ചുംബനത്തിൽ കൂടി നമ്മുടെ ശരീരത്തെ ഹാപ്പി ഹോർമോൺസ് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആയിരിക്കത്തില്ല. ഇവിടെ കൈകൊണ്ടുള്ള ക്രിയകൾ മാത്രം പോരാ, ഫേസും നാവും ചുണ്ടും ഒക്കെ ഉപയോഗിച്ച് പല ക്രിയകളും ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആദ്യം വേണ്ടത് മസിൽസിൻ്റെ റിലാക്സേഷനാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് രണ്ടാമത് മതി. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിനകത്ത് പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വില്ലനായിട്ട് വരുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളുമാണ്. പങ്കാളിയുടെ ചില പ്രത്യേക രീതിയിലുള്ള സ്പർശനത്തിൽ കൂടി ചുംബനത്തിൽ കൂടിയൊക്കെ തന്നെ പെട്ടെന്നത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഈ ഒരു റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഇത് പുരുഷന്മാരെ സംബന്ധിച്ച് അരഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധപ്പെടലിനകത്ത് രണ്ടു പേർക്കും സംതൃപ്തി കിട്ടാൻ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മനസ്സിനകത്ത് കാമവികാരം വരേണ്ട സമയത്ത് അത് വരണം. എന്താണോ നമ്മളിലുള്ളത് അത് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മളിൽ ഈ ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ മസാജ് പോലുള്ള ഈ രീതികളൊക്കെ ആസ്വദിക്കാനൊക്കത്തുള്ളൂ. ചില പങ്കാളികളെ സംബന്ധിച്ച് മാറിടത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ക്രിയകളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ കാമം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രണയം വരുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ പങ്കാളിയെ സംബന്ധിച്ച് കാലിൻ്റെ ഭാഗത്തെ, തുടകളുടെ ഭാഗത്തേക്ക് മസിൽസ് റിലാക്സ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഈ മൂഡിലേക്ക് വരാൻ പറ്റും. പുറമേയുള്ള ഭാഗത്തെല്ലാം നല്ല റിലാക്സേഷൻ കൊടുത്തിട്ട് മതി അകത്തേക്ക് വരുന്നത്.
ചിലരെ സംബന്ധിച്ച് ആകർഷണം കൂടുതലുള്ള ഭാഗത്ത് ചെറുതായിട്ടിങ്ങനെ അടിക്കുന്നത്, താളം പിടിക്കുന്നത് അവരെ ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിക്കും. ഈ സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക മാത്രമല്ല, വികസിക്കുന്നുമുണ്ട്. അതുപോലെ പിൻഭാഗത്തൊക്കെ ആണെങ്കിലും ധാരാളം പ്രഷർ പോയിൻറ്റ്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഇവിടെയൊക്കെയുള്ള വൈബ്രേഷൻ ഒരു പ്രത്യേക ഫീൽ തരുന്നുണ്ട്. അതുപോലെ ഏത് ഭാഗത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് അതുമായിട്ട് റാപ്പോർട്ടാകാനും ഏകാഗ്രപ്പെടാനും ഉള്ള ഒരു സമയം കൊടുക്കണം, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികൾക്ക്. തന്നെയല്ല ഈ സമയത്ത് സ്പീഡ് കുറച്ച് കൂട്ടേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് അവസാന ഘട്ടത്തിൽ കൺസിസ്റ്റൻസിയും സ്പീഡുമാണ് പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.